വി.എസ്. അച്യുതാനന്ദന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ വിമർശനമുയർത്തുന്ന നേതാവ്. പാർട്ടി തെറ്റായ ദിശയിൽ പോകുമ്പോഴെല്ലാം പാർട്ടിയെ നേർവഴിക്ക് നയിക്കുവാൻ പൊതുവേദികളിലും അല്ലാത്ത ഇടങ്ങളിലുമെല്ലാം പാർട്ടിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന നേതാവ് ജി സുധാകരൻ. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആലപ്പുഴയിൽ പാർട്ടി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് ജി സുധാകരനാണ് എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിമർശനം ഉയരുന്നു. ജി സുധാകരനെ കായംകുളത്തിർത്തി പരാജയപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെന്ന് ജി സുധാകരനും പൊതുവേദികളിൽ തുറന്നടിക്കുന്നു. അങ്ങനെ തുറന്ന വേദികളിലേക്ക് നീങ്ങുകയാണ് പാർട്ടിക്കുള്ളിലെ ജി സുധാകരനും ചില നേതാക്കന്മാരും തമ്മിലുള്ള പോരാട്ടം. ആലപ്പുഴയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം ആരിഫിനെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്തിയതെന്ന വാദവും കാര്യമായ രീതിയിൽ തന്നെ ആലപ്പുഴയിൽ മുഴങ്ങുന്നുണ്ട്. CPM വിട്ട നിരവധി പേർ CPIയിലേക്ക് പോകുന്നു. ആലപ്പുഴയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൈതൃകമെല്ലാം തകർന്നു പോകുന്നു. അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങളും പടലപ്പിണക്കവും രൂക്ഷമാകുന്നു. അങ്ങനെ ജി സുധാകരനെതിരായി പാർട്ടിയിൽ ശബ്ദങ്ങൾ ഉയരുകയും പാർട്ടിക്കെതിരായി ജി സുധാകരൻ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് BJP കൃത്യമായ രീതിയിൽ അതിൽ ഇടപെടുന്നത്. ജി സുധാകരനുമായി പ്രാദേശിക തലത്തിലും അല്ലാതെയുമുള്ള നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ BJPയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന വാർത്തകൾ ദ്രുതഗതിയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ പരക്കുകയാണ്. ഏറ്റവും ഒടുവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും അത് ഏറ്റുപറയുന്നു. ഒപ്പം ഇടതുപക്ഷ പാർട്ടിക്ക് താക്കീത് നൽകുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന നേതാവ് നൽകുന്നത് തങ്ങളുടെ പൂർവികർക്കാണ്. CPM തിരുത്തലിന് ഒരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല, പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജി സുധാകരനല്ല പാർട്ടിയുടെ പ്രധാന പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഈ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രാഷ്ട്രീയവും ധാർഷ്ട്രീയ സ്വഭാവമാണെന്ന് കെ സുരേന്ദ്രൻ പറയുകയാണ്. എന്നാൽ അത്തരത്തിൽ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുവാൻ ധൈര്യം MV ഗോവിന്ദൻ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന BJPയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വെല്ലുവിളി ഉയർത്തിയത്. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് ജി സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. ശക്തമായ നിലപാടെടുത്ത് CPMൽ രക്തസാക്ഷികളാവുന്നവരെ സ്വീകരിക്കുവാൻ BJP ഉണ്ട്. പണ്ടൊക്കെ CPMൽ നിന്ന് പുറത്താകുന്നവർ അനാഥമാവുമായിരുന്നെങ്കിൽ ഇന്ന് 20% വോട്ടോടുകൂടി NDA ഇവിടെയുണ്ട്. ഒരിക്കലും വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കില്ല. വികസന രാഷ്ട്രീയം ഉയർത്തിയാവും NDA ന്യൂനപക്ഷങ്ങളെ സമീപിക്കുകയെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വെട്ടിത്തുറന്നു പറയുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും ഒക്കെ ചേർന്നിരുന്ന് ഭരിച്ച് അഴിമതികൾ കൊണ്ട് കൂമ്പാരമാക്കുകയാണ് കേരളമെന്ന ആരോപണവും അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിത്. കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് PSC മെമ്പർ നിയമനത്തിലെ കോഴാരോപണം വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കയ്യോങ്ങുകയാണ് CPM ചെയ്യുന്നത്. അതായത് BJP എല്ലാ കാലത്തും മുറുകി പിടിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരെ കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും തള്ളിക്കളയുകയാണെന്ന് പറയുന്നു. ഒപ്പം ന്യൂനപക്ഷ പ്രീണനം നടത്തുവാനുള്ള ശ്രമമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളക്കര കണ്ടതെന്നും അദ്ദേഹം പറയാതെ പറയുന്നു. BJPയെ പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവ നേതൃത്വത്തെയും CPM ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. BJPക്ക് വോട്ട് ചെയ്തവരെ വേട്ടയാടാൻ അനുവദിക്കില്ല. SFIയെ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് CPM ചെയ്യുന്നത്. പ്രിൻസിപ്പൽമാർക്ക് കോളേജിൽ പ്രവേശിക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടാനാണ് BJPയുടെ തീരുമാനമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. LDF അല്ലെങ്കിൽ UDF എന്ന സ്ഥിതി കേരളത്തിൽ മാറി. മൂന്നാമതൊരു ശക്തി കൂടി വന്നു. ഇത് കേരളമാണ്. BJPക്ക് ബാലികേറാമലയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കേരളം. എന്നാൽ ആ കേരളത്തിൽ BJP ഒന്നാമതെത്തുകയും രണ്ടാമതെത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. LDFനും BJPക്കും ഒരേ സീറ്റാണ് കിട്ടിയത്. അധികം വൈകാതെ BJP കേരളം ഭരിക്കും. അങ്ങനെ താക്കീതുകളും വെല്ലുവിളികളും ഒക്കെ ഉയർത്തുകയാണ് കെ സുരേന്ദ്രൻ. ജി സുധാകരൻ എന്ന ഇടതുപക്ഷത്തിന്റെ നേതാവിനെ ഇനിയും പാർട്ടി തള്ളിപ്പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പോകുവാൻ കേരളത്തിൽ ശക്തമായ ഒരു മൂന്നാം മുന്നണി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കെ സുരേന്ദ്രൻ. ജി സുധാകരന് BJPയിലേക്ക് സ്വാഗതമെന്ന് തുറന്നടിക്കുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. ഇരുകൈ നീട്ടി കെ സുരേന്ദ്രനുണ്ട്. ജി സുധാകരന് ഇനി തീരുമാനിക്കാം
മൂന്നാം മുന്നണിയായ BJP-ക്കൊപ്പം നിൽക്കണമോ അതോ ഇടതുപക്ഷത്തോടൊപ്പം വീണ്ടും ശക്തിയാർജിച്ച് നിൽക്കണമോ എന്ന്. എന്തായാലും ആലപ്പുഴയിലെ പ്രധാന നേതാവായ G. സുധാകരൻ BJP പക്ഷത്തേക്ക് ചേരുകയാണ് എങ്കിൽ CPM-നോട് എതിർപ്പുള്ള അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം കാര്യമായുള്ള ആലപ്പുഴയിലെ ജനവിഭാഗം G. സുധാകരനൊപ്പം BJP-യിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ പുനപ്രയുടെയും വയലാറിന്റെയും ഒക്കെ സമര പോരാട്ട ഗാഥകൾ ഉറങ്ങിക്കിടക്കുന്ന ആലപ്പുഴയുടെ ചെമ്മണ്ണിൽ BJP താമര വിരിയിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ശോഭാ സുരേന്ദ്രനിലൂടെ ഒന്ന് പിടിച്ചുകൊടുക്കുവാൻ കഴിഞ്ഞ BJP-ക്ക് G. സുധാകരൻ എന്ന ശക്തനായ നേതാവ് BJP-യിലേക്ക് ചെന്നാൽ പിന്നീട് നടക്കുവാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരിക്കുമെന്ന് പറയാതെ പറയാം.